ഹൈ ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. നാളെ പൊങ്കാലയാണ്. നമുക്ക് പൊങ്കാലയ്ക്ക് എല്ലാവരും മണ്ടപ്പുറ്റുണ്ടാക്കും, തരളിയപ്പം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും, അല്ലേ, ഒക്കെ ഉണ്ടാക്കും. ആ കൂട്ടത്തിൽ നമുക്ക് ആറ്റുകാല അമ്മയുടെ അടുത്ത് യക്ഷി അമ്മയുണ്ട്, പിന്നെ മാടം തമ്പുരാനും ഉണ്ട്. അപ്പം നമ്മൾ അമ്മയ്ക്ക് ദേവിക്ക് വേണ്ടി നമ്മൾ പൊങ്കാല എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ പലരും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും ഇട്ടിട്ടുണ്ട്. അതായത് തമ്പുരാൻ, മാടൻ തമ്പുരാൻ, തമ്പുരാന് വേണ്ടി ഉണ്ടാക്കണം നമ്മൾ പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. മഞ്ഞപ്പൊങ്കൽ എന്ന് പറയും. അതാണ് ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം. ഞാനിവിടെ ഒരു 2 പിടി, 1/2 ഗ്ലാസ് പച്ചരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ സാധാരണ പച്ചരിയാണ് എടുത്തത്. ഏത് പച്ചരി വേണം എടുക്കാം. പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ നമുക്ക് അതേ അളവ്, സെയിം അളവിൽ നമുക്ക് കുറച്ച്, അതായത് ഈ പരിപ്പ്, ചെറുപരിപ്പിൻ്റെ ആണ് വേണ്ടത്, ചെറുപയറിൻ്റെ പരിപ്പ്, അതും അതേ അളവിൽ നമുക്കെടുക്കാം. അതേ അളവിലെടുത്തു. അതും നമ്മൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടു. ബാക്കി നമുക്ക് കാണാം. ഇത് നന്നായിട്ട് കഴുകാം. ഞാനിവിടെ ഇപ്പോൾ അടപ്പ് കത്തിക്കണം. നമ്മൾ സാധാരണ പൊങ്കാല അടപ്പല്ലേ, അപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയാണ് അത് ഞാൻ പൊങ്കാലയുള്ള. പക്ഷേ ഞാൻ പൊങ്കാല ഇട്ടിരുന്ന കലമാണ്. അപ്പോൾ ആ കലത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് അതിനകത്ത് വേണ്ടത്, ഇപ്പം നമ്മൾ മൊത്തം ഒരു ഇതാണ് എടുത്തത്, അല്ലേ, 1 ഗ്ലാസ് അരിയും പരിപ്പും കൂടി 1 ഗ്ലാസ് എടുത്തു. അപ്പം നമ്മൾ കലത്തിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ ഉണ്ടാക്കുന്നത് നേരെ 3 ഇരട്ടി ഉണ്ടാക്കും. പക്ഷെ കലത്തിലാകുമ്പോൾ അത് പോരാ, നമുക്ക് കുറച്ച് കൂടുതൽ ഇടണം. അപ്പം ഞാനിപ്പോൾ ഇടാൻ പോണത് 3 ഗ്ലാസ്സായി. അടപ്പ് കത്തിച്ചിരിക്കുകയാണ്. നമുക്കൊരു 5 ഗ്ലാസ് ആദ്യം ഒഴിക്കാം. വെള്ളം പോരെങ്കിൽ പിന്നെ നമുക്ക് അടപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളം തിളച്ച് വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതങ്ങോട്ടിടാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ വെള്ളം തിളച്ചതുകൊണ്ട് ഞാനിത് ഈ അരിയും പരിപ്പും കൂടെ കഴുകിയത് അതിലോട്ടിടുകയാണ്. ചിരട്ടക്കയിലാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. നിർബന്ധമൊന്നുമില്ല. ചിരട്ടക്കയിലിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് കൈ കൊള്ളാതിരിക്കുമല്ലോ. ഭയങ്കര തീയല്ലേ, ചുറ്റും തീയാണ് എല്ലാവരും. പിന്നെ അത് ആളി കത്തിക്കൊണ്ടിരിക്കും തീ. അപ്പോൾ നമുക്ക് മറ്റേതാകുമ്പോൾ പെട്ടെന്ന് ചൂടാവും, നമ്മുടെ കൈയൊക്കെ പൊള്ളും. ഇതാകുമ്പോൾ ഇത് ശരിക്കും കേട്ടോ, ഇതിങ്ങനെ തിളച്ച് പുറത്തോട്ട് പോകണം എന്നുള്ളതാണ്. പൊങ്കാലയ്ക്ക് നമ്മൾ പായസം ഉണ്ടാക്കണം, എന്തുണ്ടാക്കുമ്പോൾ തിളച്ച് പുറത്തോട്ട് ചാടണം എന്നാണ്. അപ്പോൾ തിളച്ച് പുറത്തോട്ട് ഓരോ ഭാഗങ്ങളുണ്ട്. കിഴക്കോട്ട് വീണാൽ നല്ലതാണ്, പടിഞ്ഞാട്ട്, അങ്ങനെ ഓരോന്നിനും ഓരോന്ന് പറയും. അപ്പോൾ ഞാൻ ഇത് ഗ്യാസിൽ വെക്കുന്നുണ്ട്. ഞാൻ എന്ത് വെച്ചാൽ ഇതിന് കുറച്ച് എണ്ണ തേക്കാൻ പോവുക, പുറത്ത് ചാടാതിരിക്കാനായിട്ട്. ശരിക്കും പുറത്ത് പോകണം എന്നുള്ളതാണ്. പൊങ്കാലിടുമ്പോൾ അങ്ങനെയാണ്. ഇവിടെ ഞാൻ അടപ്പത്ത് വയ്ക്കുന്നുണ്ട്, എണ്ണ തേക്കുന്നു. ശരിക്കും എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. അഥവാ വെള്ളം മുഴുവൻ പോയാൽ നിങ്ങൾ കയ്യിലിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം മതിയായി വെള്ളം ഒഴിക്കുക. പരിപ്പുള്ളതുകൊണ്ട് എന്തായാലും തിളച്ചു പോകും, അല്ലെങ്കിൽ എന്തിനും തിളച്ചു പോകും കേട്ടോ. ശരി, നമുക്ക് നോക്കാം. തിളച്ച് ഒരുവിധം കുഴഞ്ഞാട്ടോ, ഇങ്ങനെ കുഴഞ്ഞ് വരണം. ഇത് ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വേണ്ടി വന്നാലും വെച്ച് ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, ഇത് മതി. ഇതാണ് ഇത്രയും വെള്ളം മതി. ഇത് ഇച്ചിരി ഒന്ന് വറ്റണം. അപ്പം നമ്മളിതിൻ്റെ കൂടെ ഇനി മഞ്ഞൾപ്പൊടി ഇടും, ജീരകോടും. ഉപ്പിടില്ല. സാധാരണ പ്രസാദം വെക്കണതിന് ഉപ്പിടാറില്ല. അമ്പലത്തിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ചെയ്യണത്. അമ്പലത്തിൽ നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ മഞ്ഞൾ പൊങ്കൽ ഉണ്ടാക്കണം ഇങ്ങനെയല്ല കേട്ടോ. അത് താളിച്ച് നെയ്യൊക്കെ കുരി ഒഴിച്ചൊക്കെ ഉണ്ടാക്കും. ഇത് നമുക്ക് അങ്ങനെയല്ല. അമ്പലത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ചിലവർ താളിക്കും, ശർക്കരയൊക്കെ അതിൽ ചിലവർ ഉരുക്കിയൊക്കെ എടുക്കണ കാണാം. ഞാനൊന്നും ചെയ്യാറില്ല. നേരെ ഇതിലോട്ട് തന്നെ എല്ലാം കൂട്ടി ഇടും. പൊങ്കാല ഇടുമ്പോൾ അങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത്. ഇതിലേക്ക് ഞാൻ ഒരല്പം ജീരകം, കാണാമെന്ന് തോന്നുന്നു അല്ലേ, കുറച്ച് ജീരകം. ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് അതും കൂടി എടുക്കും. ഇനി നമുക്ക് ഇടേണ്ടത് കുരുമുളകാണ്. കുരുമുളകൊന്ന് ചതച്ചിടും ചിലർ അങ്ങനെ തന്നെ ഇടും. നമുക്കിപ്പോൾ അവിടെ ചെന്ന് ചതയ്ക്കാനൊന്നും പറ്റിയെന്നല്ല. നമ്മുടെ അമ്പലത്തിൻ്റെ പരിസരത്തോ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരുന്നല്ലേ ഇതൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ സാധാരണ ആരും അങ്ങനെ കുരുമുളക് ചതയ്ക്കാറൊന്നുമില്ല. ചിലവർ തേങ്ങയൊക്കെ കൊണ്ടുപോകില്ല, തേങ്ങയിട്ടൊരു അടിയൊക്കെ പിടിച്ച് ചതച്ചെടുക്കും. ഞാനിപ്പം അമ്പലത്തിൽ നമ്മൾ ചെന്നാൽ എങ്ങനെ ഉണ്ടാക്കും ആ രീതിയിലാണ് ഇടുന്നത്. അപ്പം ഞാനതുകൊണ്ട് ചതയ്ക്കുന്നില്ല. കുരുമുളക് എടുത്തു.
കുരുമുളക് കുറച്ച് കുരുമുളക് അത് നമുക്ക് വെറുതെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ട നെയ്യാണ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ വലിയ പാത്രത്തിൽ നെയ്യൊന്നും കൊണ്ടുപോവില്ല. ശരിക്കും അമ്പലം മുറ്റത്ത് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുകയാണ്. നമുക്കിതിനകത്തോട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് കുറച്ച് കൂടുതൽ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നോക്കണം, നമ്മുടെ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ പേര് മഞ്ഞപ്പൊങ്കൽ എന്നാണ്. ഇത് കുഴഞ്ഞാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് മറ്റേ കട്ടി ഫ്രൈഡ് റൈസ് പോലെയല്ല ഇരിക്കുന്നത്. ഒന്ന് കുറച്ച് വറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് വരേണ്ടത്. ചിലർ ഇതിൽ കശുവണ്ടിയൊക്കെ ഇടും. അപ്പം നമ്മൾ തനതായ രീതിയിൽ ഇടുമ്പം ഇതിനകത്ത് കശുവണ്ടിയൊന്നും ഇടാറില്ല. അല്ലാത്ത പൊങ്കലുണ്ടല്ലോ, മഞ്ഞപ്പൊങ്കൽ അല്ലാതെ വെക്കണതിൽ എല്ലായിടും കശുവണ്ടി ഇടും, താളിച്ചിടും ഒക്കെ ഇടും. പക്ഷേ നമ്മൾ അമ്പലത്തിൽ വെക്കണതിൽ സാധാരണ ഇത്രയേ ഉള്ളൂ. നെയ്യ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൽ കുരുമുളക് കിടപ്പുണ്ട്, ജീരകം, ഇത്രയേ ഉള്ളൂ. തേങ്ങ ഇടുന്നവരുണ്ട്, പഴം ഇടുന്നവരുണ്ട്. അപ്പം ഞാൻ അതൊന്നും ഇടുന്നില്ല. ഇത്രയേ ഉണ്ടാക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ മഞ്ഞപ്പൊങ്കൽ എന്ന് പറയുന്നത്. അമ്പലത്തിൽ നമ്മൾ തമ്പുരാന് വേണ്ടി ഇടുന്ന മഞ്ഞപ്പൊങ്കൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ഇത് മാടൻ തമ്പുരാന് വേണ്ടി നമ്മൾ ഇടുന്നതാണ് ഈ മഞ്ഞപ്പൊങ്കൽ. കണ്ടോ, ഇങ്ങനെയാണ്. നല്ല മഞ്ഞ കളറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇതാണ്. ഇപ്പം നമ്മളിവിടെ സ്വന്തമായിട്ട് ഇവിടെ പൊടിച്ച മഞ്ഞളായിരുന്നു, ഭയങ്കര കളർ വരുന്നുണ്ട്, നല്ല മഞ്ഞളായതുകൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞപ്പൊങ്കൽ. ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മഞ്ഞപ്പൊങ്കൽ. കണ്ടോ, ചട്ടിയിൽ കാണാമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് മുറയൊക്കെ പോയി. നമ്മൾ അമ്പലത്തിൽ നമ്മൾ വയ്ക്കുമ്പോൾ ചൂട്ടും കൊതുമ്പൊക്കെ വയ്ക്കുമ്പോൾ ഇതിങ്ങനെ തിളച്ച് പോകണം എന്നുള്ളതാണ് ശരിക്കും. തിളച്ച് ധാരാളം പോകും. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ പാകം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് പാകം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ തമ്പുരാന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ മണ്ടപ്പുറ്റ്, തെരളിയപ്പം ഒക്കെ ഉണ്ടാക്കും. പിന്നെ ചിലവർ പയറും ഇതുപോലെ പയറും ശർക്കരയും തേങ്ങയും കൂടിയിട്ട് അതും ഉണ്ടാക്കാറുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട്. ഇതാണ് നമ്മുടെ പൊങ്കൽ. അപ്പം ഇതിൽ ഉപ്പിട്ടിടില്ല. അമ്പലത്തിൽ ഉണ്ടാക്കുന്ന സാധനത്തിനൊന്നും ഉപ്പിടില്ല. നമ്മൾ നേദിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടുള്ളൂ. അപ്പം നമ്മൾ കഴിക്കാൻ നടക്കുമ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് തന്നെ കഴിക്കാം. എല്ലാവരും കണ്ടല്ലോ, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കും. നല്ലതാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉപ്പിട്ടിട്ട് നേദിച്ച് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ രുചികരമാണ്. നെയ്യ് എത്രത്തോളം ഒഴിക്കാമോ അത്രത്തോളം നല്ലതാണ്. പക്ഷെ ഞാൻ നെയ്യ് അങ്ങനെ അധികം ഒഴിച്ചിട്ടില്ല, ആവശ്യത്തോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ധാരാളം കഴിക്കാൻ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീണ്ടും എൻ്റെ പൊങ്കാല ആശംസകൾ. ങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ഈ പായസം ഒക്കെ ധാരാളം മധുരം ഒക്കെ ഇട്ടുണ്ടാക്കണ പോലെ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി ഇടയ്ക്ക് നല്ലതാണ്. ഇത് കഴിക്കുന്നത് തമ്പുരാന് വേണ്ടിയുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. ഉപ്പിടുമ്പോഴാണ് കുറച്ച് ഉപ്പിട്ടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പിടുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറിയുടെ ആവശ്യം ഇതിങ്ങനെ തന്നെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.